റഫായിട്ട് 4 സ്ക്വയേഴ്സ് വരയ്ക്കുക. 1 2 3 4 റഫായിട്ട് വരച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ പെട്ടി വേറെ വരച്ചോളൂ. എല്ലാത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു പെട്ടി വരയ്ക്കുക. സജീവ് വരച്ചോ? ആ ശരി. അടുത്തത് ഈ കോർണറിൽ നിന്ന് ഇതിന് ഓരോ കണക്ഷൻ കൊടുത്തോളൂ. എല്ലാ കോർണറിൽ നിന്നും ഓരോ കണക്ഷൻ കൊടുക്കൂ. സജയ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി 1 2 ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് വായിക്കണം മോളെ. 1 2 3 4 2 3 ഇതൊക്കെ അതാതിന്റെ സ്ഥാനത്ത് എഴുതണേ. 4 5 3 4 5 6 4 5 6 7. ഇനി ശിവാനി ഞാൻ എഴുതുന്ന ആ മിഡിൽ നമ്പർ ഒന്ന് പറയണം. 100 196 324 dash 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 dash. ഓക്കെ. കുട്ടികൾ കണ്ടെത്തേണ്ടത് ഈ അവസാനത്തെ കള്ളിയിൽ വരേണ്ട മിഡിലിൽ വരേണ്ട നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, 2022 LSS ചോദ്യമാണിത്. ഈ ഒരു ടൈപ്പ് ചോദ്യം ആ കുട്ടികളോട് ചോദിക്കും. ഈ ടൈപ്പ് കുറെ ഞാൻ പരിചയപ്പെടുത്തും. ശിവാനി ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമ്പോൾ. ഇനി ഞാൻ കുട്ടികളെ ടൈപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നു. ടൈപ്പ് ചെയ്യാൻ അവർക്ക് ടൈപ്പ് ചെയ്യാം. ആൻസർ ടൈപ്പ് ചെയ്തോളൂ. ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ മോളെ. എത്രയാണ് കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്തത്? ശിവാനിക്ക് അത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഏതെങ്കിലും മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ പറയൂ എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന്. കോഹോസ്റ്റാകുന്ന കുട്ടികൾ അത് പറയാനും ബാധ്യസ്ഥരാണ്. ആരോ സ്ക്രീൻ ഓൺ ചെയ്ത് സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നു. യെസ്, പറയൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇവിടെ നോക്കിക്കോളൂ. ശിവാനി കേൾക്കാമോ? 1 + 2 + 3 + 4 1 + 2 + 3 + 4 = 10. ശരിയല്ലേ? Is correct? Okay. 10 × 10 is 100. Here 2 + 3 + 4 + 5 2 + 3 5 + 4 9 + 5 14. 14 × 14 196.
3 plus 4 plus 5 plus 6. 18. 18 into 18, 324. Oh, next 4 plus 5 plus 6 plus 7. എത്രയാണ് ശിവാനി? കോഹോസ്റ്റ് ആവുന്ന കുട്ടികൾ ഇങ്ങനെ പോരെ. 22. കോഹോസ്റ്റ് ആവുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ മറുപടിയും പറയാൻ തയ്യാറാണ്. വെറുതെ കോഹോസ്റ്റ് ആയിട്ട് എന്താ കാര്യം? 22നെ 22 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയായിരിക്കും? 484. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ സംഖ്യക്ക് പറയുന്ന ഒരു പേരുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് സ്ക്വയർ നമ്പേഴ്സ്. എന്ത് നമ്പേഴ്സ്? സ്ക്വയർ നമ്പേഴ്സ്. മലയാളത്തിൽ വർഗസംഖ്യകൾ എന്നാണ് പറയുക. സമചതുര സംഖ്യകൾ എന്ന് പറയും. ഈ സ്ക്വയർ നമ്പർ വേറൊരു തരത്തിലും കിട്ടും. 1 is equal to 1. 1 plus 3 is equal to 4. 4 is a square number. We have two odd numbers here. Consecutive odd numbers in the sum square number starting from 1. 1 plus 3 plus 5. Here starting from 1 we have 3 consecutive odd numbers. That means 3 into 3, 9. 1 plus 3 plus 5 plus 7, we have 4 consecutive odd numbers including 1 starting with 1, that is 4 into 4. Shivani, what is 4 into 4? 16. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. Consecutive odd number starting from 1 we will get the square number. അല്ലാതെയും കിട്ടും. 4 കിട്ടാൻ 2 into 2, then 1 into 1. കഴിഞ്ഞ പ്രാവശ്യം ഈ ചോദ്യം വന്നപ്പോൾ കുറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലെ കുട്ടികളോട് എങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ ചോദിക്കുക? കാരണം LSSന്റെ ചോദ്യം ആകുമ്പോൾ നല്ല കഴിവുള്ള മക്കളെയാണ് തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ വരുന്ന മോഡൽ പരീക്ഷ എടുത്ത് നോക്ക്. കുട്ടികൾ കുറേ സംശയമായിട്ടൊക്കെ വരും. ഇതൊക്കെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുകയും വേണം. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സം സ്ക്വയർ നമ്പർ ആണെന്നുള്ള ബോധം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞു. 1, 2, 3, 4. ഒരു 4 ട്രയാങ്കിൾ വരയ്ക്കൂ. ഇടവിട്ട് വരച്ചാൽ മതി. ശിവാനി വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. വലിയ വൃത്തിയൊന്നും പോകണമെന്നില്ല. കാരണം നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. റഫായിട്ട് വരച്ചാൽ മതി. 1, 2, 3 എന്നീ 3 കോർണറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ 3, 2, 4 എന്ന് 3 കോർണറിലും എഴുതിയിട്ടുണ്ട്. 5, 3, 2 അത് 3 കോർണറിൽ എഴുതിയിട്ടുണ്ട്. 4, 3, 5 ആ കോർണറിൽ എഴുതിയ സംഖ്യകൾ ഒന്ന് വായിക്കൂ ശിവാനി. ഇനി അതിന്റെ മിഡിൽ നമ്പേഴ്സ് കൊടുക്കണം ശിവാനി. നമുക്ക് 81 കൊടുത്തു, 400 കൊടുത്തു, 256 കൊടുത്തു. ശിവാനി മറ്റു കുട്ടികളോട് ചോദിക്കൂ. ശിവാനി, അടുത്തത് ഏത് നമ്പർ ആയിരിക്കും? അവസാനിക്കുന്ന 1225 ടൈപ്പ് ചെയ്ത ഒരു കുട്ടിയോട് ഇപ്പോൾ മുന്നോട്ട് വരാൻ പറയൂ ശിവാനി. ശിവാനി പറയണം, മുന്നോട്ട് വരാൻ പറയൂ. അതെ, അതാ 1225 ടൈപ്പ് ചെയ്ത ഒരു കുട്ടീനോട് മുന്നോട്ട് വരാൻ പറയൂ ശിവാനി. ആര്?
ആ മുഹമ്മദ് പറഞ്ഞോളൂ, എങ്ങനെയാ കിട്ടിയത്? ആ ആ 1 plus 2 is equal to 3. ആ oh 3 into 3 how much? 9. Okay, then 9 into 9 how much? 81. മോനെ ഏത് സ്കൂളാ? എവിടെ? അതെവിടെയാ? ശരി. ആ 3 plus 2 is equal to 5. Okay. ആ 4 എവിടെ ഉള്ളതാ? ഇതല്ലേ? ആ 4 into 5 into 4 is equal to 20. Then 20 into 20 is equal to 400. ഓക്കെ ആണ്. അടുത്തത് പറയൂ മകനെ. 5 plus 3 is equal to 8. 8 into 2 is equal to 16. 16 into 16 is equal to 256. ഇനി ഒറ്റ ശിവാനി, നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു നോക്കിയാലോ? യെസ് പറയും. 4 is equal to 7. 7 into 5 is equal to 35. 35 into 35 is equal to 1225. ഈ 35നെ 35 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. മോക്കത് അറിയാമോ? പറയാം. 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും ഒന്നിച്ച് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ ലാസ്റ്റ് 25 ആയിരിക്കും. പിന്നെ 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 4 ആണ് നമുക്കറിയാം. 4 into 2 that is 12 ആണ്. ഇതാണ് ഒരു എളുപ്പമാർഗം. അത് കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശിവാനി, ഈ 81 9നെ 9 കൊണ്ട് ഗുണിച്ചാലാണെന്ന് സത്യം അറിയാമായിരുന്നോ മോക്ക്? ഈ 400 20 into 20 ചെയ്താൽ കിട്ടുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവോ? അറിയാം. 16 into 16 256 ആണെന്ന സത്യം അറിയാമായിരുന്നുവോ? അറിയാം. 35 into 35 നേരത്തെ അറിയാമായിരുന്നോ ഇതാണെന്ന്? പിന്നെ എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ചോദ്യം കുട്ടികളോട് സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം ചോദ്യത്തിന്റെ കാഠിന്യം കൂട്ടുകയാണെങ്കിൽ ഇത്തരം ടൈപ്പ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ശിവാനി, നമ്മുടെ കുട്ടികൾ 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15 വരെയെങ്കിലും ഒന്ന് നോക്കാം ശിവാനി. 1 into 1 എത്രയാണ്? 1. 2 into 2 ശിവാനി മിണ്ടുന്നില്ല. 4. 3 into 3 9. ഇനി നമുക്ക് തുടർച്ചയായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. പറയാൻ പറ്റുന്ന നോക്കിയാൽ മതി. 9 കഴിഞ്ഞാൽ 16 അല്ലേ വരേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം ശിവാനി. ഈ ഇരിക്കുന്ന കുട്ടികളോട് 1 4 9 16 അങ്ങനെ അവർക്ക് ആവുന്നത്ര മുന്നോട്ട് അറിയാവുന്നതെന്ന് ടൈപ്പ് ചെയ്തോട്ടെ. അതൊരു സുഖമാണ്. അവരോട് പറയൂ, ഈ 1 to മാക്സിമം എത്രത്തോളം പോകാൻ പറ്റുമോ? ഇപ്പൊ 16 കഴിഞ്ഞാൽ എത്രയാണെന്ന് ശിവാനിക്ക് അറിയാമോ?
4 into 4 ആണ് 16. അടുത്തത് എത്രയായിരിക്കും മോളെ? 25. അങ്ങനെ കുട്ടികളോട് ഇത് മാക്സിമം എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും ഓർമ്മയിലെടുത്ത് ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്യാതെ ഏകദേശം ഒന്ന് എഴുതാൻ കഴിയട്ടെ അവർക്ക്. അപ്പോൾ 25 അങ്ങനെ പോകുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, അതുകൊണ്ടാണ് തന്നത്. ശരി, ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കളോട് വീണ്ടും എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു ചോദ്യം അവരെങ്ങനെ എഫക്ട് ചെയ്തു എന്നറിയണം. പറയാം, മൈക്ക് ഓൺ ചെയ്ത് രക്ഷിതാക്കൾക്ക് പറയാം. കുട്ടികളല്ല പറയേണ്ടത്, രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളാണ് പറയേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ചോദ്യം എങ്ങനെ എഫക്ട് ചെയ്തു. ആ ചെയ്യാൻ പറ്റും. എന്താ നിങ്ങളുടെ കുട്ടിയുടെ പേരെന്താ? ഏത് സ്കൂളാണ് കുട്ടി പഠിക്കുന്നത്? സേക്രഡ് ആർട്സ്. ഓക്കെ, കൂടെ ഇരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു ചോദ്യം പ്രശ്നമായിരുന്നുവോ? ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, ചെയ്തിട്ടുണ്ട്. അപ്പോ മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഇത് ആദ്യം ഞാൻ തന്ന ചോദ്യം LSSന് 2022 വന്ന ചോദ്യവും ഇപ്പൊ തന്ന ചോദ്യം USSന് വന്ന ചോദ്യവുമാണ്. ഇത് ലേശം മറ്റേ ചോദ്യത്തിനേക്കാൾ കുറച്ചുകൂടി കഠിനമായി കൂടിയതാണ്. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചാടിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇതൊന്നും അവരെ കൂട്ടത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ശരി, ഇനി മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? മറ്റു കുട്ടികൾക്ക് മുന്നോട്ട് വരാം. ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ചോദ്യം തന്ന കുട്ടികൾ ചെയ്തോളൂ. വെരി ഗുഡ്, ഓക്കെ, ഗുഡ്. ശരി, അപ്പം അതാണ് ഇതിൽ സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട്. കാരണം അത് കൊടുക്കാനുള്ള കാരണം USSന് സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അത് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇപ്പോഴേ അവർക്ക് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, ഈവൻ നമ്പേഴ്സിന്റെ സമ്മ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സംഖ്യകളെ പറ്റിയുള്ള നല്ലൊരു ബോധം മക്കൾക്ക് വേണം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ആ ചോദ്യം നിങ്ങളുടെ കുട്ടി സ്വന്തം ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കണം. 1 മുതൽ ഫ്രം 1 to 40, 1 മുതൽ 40 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒന്നിച്ചുള്ളതുകൊണ്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 40 ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ, നിസർഗ സംഖ്യകളുടെ സം എത്രയാണ്? ശരി, ശിവാനി, എങ്ങനെയാണ് 1 മുതൽ 40 വരെയുള്ള സംഖ്യയുടെ സം കണ്ടുപിടിക്കുക? ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ്, അതായി ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ എത്രയാണ് മോളെ? ഈ 40യുടെ പകുതി എത്രയാണ്? 20. 20 into 41 എത്രയാണ്? 820. ശരി, ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വരും: 11 to 40 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അവിടെ 11 to 40 ആണ് എന്നുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായതിനു ശേഷം എളുപ്പത്തിൽ ഈ സംഭവം ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 11 to 40 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ്. ശിവാനി, 11 to 40 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്?
കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് അവിടെ, അത് നോക്കി പറഞ്ഞാൽ മതി. 11 to 40 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞതാണ് 40 നിന്ന് 11 കുറയ്ക്കുമ്പോൾ ഒന്ന് കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞതാണ്. 11 to 40 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 30. ശരി, 30 ആണ്. 40 മൈനസ് 11 നിങ്ങൾ 29ന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു, 30 നമ്പേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത മാർഗം ശ്രദ്ധിച്ചോളൂ. ഇത്തരം ചോദ്യമാണ് വരുന്നതെങ്കിൽ 11 മുതൽ 40 വരെയുള്ള സംഖ്യകളുടെ തുക കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ 11 മുതൽ 40 വരെ നിങ്ങൾക്ക് 30 നമ്പേഴ്സ് കിട്ടിയെങ്കിൽ ആ 30 നമ്പേഴ്സിന്റെ പകുതി എടുത്തിട്ട് 11ഉം 40ഉം തമ്മിൽ ആഡ് ചെയ്താൽ മതി. 11 പ്ലസ് 40 നിങ്ങൾക്കറിയാം 51 ആണെന്ന്, ഇൻറ്റു 30യുടെ ഹാഫ് 15 ആണെന്നും അറിയാം. 51നെ 15 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 765 ആണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് ചെയ്യുന്ന രീതി ഒരിക്കൽ കൂടി പറയാം. What is the sum of natural numbers from 11 to 40? 11 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്ര? ഉദ്ദേശിച്ചത് 11 കൂട്ടണം, 12 കൂട്ടണം, 13 കൂട്ടണം, അങ്ങനെ 40 വരെ കൂട്ടാനാണ്. അത് എഴുതി കൂട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എളുപ്പത്തിൽ കാണുന്നതിനുള്ള ഒരു വിദ്യ ഇതാണ്. ആദ്യത്തെ 11ഉം അവസാനത്തെ 40ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 51 കിട്ടും. അതിനുശേഷം 11 മുതൽ 40 വരെ 40 നിങ്ങൾ 11 മൈനസ് ചെയ്താൽ, നേരത്തെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, 11 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 29 കിട്ടും. പക്ഷേ ഈ 11 ഉൾപ്പെടണമെങ്കിൽ ഒന്ന് കൂട്ടണം, നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ആകുമ്പോൾ 30 സംഖ്യകളുണ്ട്. ആ 30ന്റെ പകുതി എടുത്തിട്ട് 15നെ 51 കൊണ്ട് ഗുണിച്ചിട്ടാണ് നമുക്ക് 765 കിട്ടുന്നത്. ഈ ഒരു ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി ഞാൻ കടക്കുകയാണ്. ചോദ്യം ഇതാണ്: 11 മുതൽ 40 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എത്ര? What is the sum of all odd numbers from 11 to 40 or 39? 11 മുതൽ 39 വരെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും സം എത്രയാണ്? ചെയ്തോളൂ. അവിടെ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തത് 11 ആണ്, അവസാനത്തത് 39 ആണ്. ഇനി 39ഉം 11ഉം തമ്മിൽ കൂട്ടുന്നു. 39ഉം 11ഉം കൂടി കൂട്ടിയാൽ എത്രയാണ് ശിവാനി? പോയോ? ഉണ്ടെന്നില്ലല്ലോ. 50. 50. ഈ 50നെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. 11 മുതൽ 40 വരെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 30 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ 15 എണ്ണം 39 വരെയുള്ളത് ഓഡ് നമ്പേഴ്സും ബാക്കി നമുക്ക് ഈവൺ നമ്പേഴ്സും ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് വേറെ കാണുകയും ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് വേറെ കാണുകയും ചെയ്യാം. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 765 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് അതാണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സിന്റെ സമ്മിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരും. അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. തൽക്കാലം നിങ്ങൾ ഇക്കാര്യം അവിടെ എഴുതി വെച്ചോളൂ. ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. 1 + 2 + 3 + 4 + 5 = 3, 6, 10, 15.
ഇത് കണ്ടുപിടിക്കാൻ 1 മുതൽ 5 വരെയുള്ള നമ്പർ ആണെങ്കിൽ 5നെ 6 കൊണ്ട് ഗുണിക്കുന്നു, പകുതിയാക്കുന്നു, 15 ആണ്. 1 + 3 + 5 ഇവിടെ 3 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. 1 മുതൽ തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സ് 3 എണ്ണം ഉണ്ടെങ്കിൽ 3നെ 3 കൊണ്ട് ഗുണിക്കുന്നു, നമുക്ക് 9 കിട്ടുന്നു. 2 + 4 ഇതിൽ 2 ഈവൻ നമ്പേഴ്സ് ആണ് ഉള്ളത്. ഈവൻ നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കാൻ 2 ഈവൻ നമ്പർ ആണെങ്കിൽ 2നെ തൊട്ടടുത്ത 3 കൊണ്ട് ഗുണിക്കുന്നു, 3 2 6. ഇതെല്ലാം ഈ 9ഉം 6ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 15 ആയ ഓൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മം കിട്ടുന്നുണ്ട്. ഈ ചോദ്യമല്ല നിങ്ങളോട് പരീക്ഷയ്ക്ക് വരിക. നിങ്ങളോട് പരീക്ഷയ്ക്ക് വരിക എപ്പോഴും ഇതിന്റെ ഇടയിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. ഇത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഞാൻ 5 വരെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് 1 + 2 + 3 + 4 അങ്ങനെ 10 വരെ പ്രാക്ടീസ് ചെയ്യുക. അത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 10 × 11/2 ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ 1 + 3 + 5 up to 9 വരെയുള്ള ഓഡ് നമ്പേഴ്സ് നോക്കുക. അതിൽ തന്നെ 2 + 4 + 6 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് നോക്കുക. ഇത് രണ്ടും പ്രത്യേകം കണ്ടിട്ട് ഇത് കൂട്ടാനാവും നോക്കുക. അതിനുശേഷം വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ഇടപെടുന്നത്, ഇവിടെ നിങ്ങൾക്ക് 1 മുതലാണ് എല്ലാം തുടങ്ങിയത്, ഇവിടെ 2 മുതലാണ് തുടങ്ങിയത്. അത് എളുപ്പ വഴിയുണ്ടെന്ന് കുട്ടികൾക്ക് അറിയാം. പക്ഷെ ഇത് വൈക്കിൽ വെച്ചങ്ങ് തുടങ്ങിയാലോ? 4 മുതലുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്ര എന്ന് ചോദിക്കാം. അതുപോലെ 5 മുതലുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എത്ര എന്ന് ചോദിക്കാം. ഇതിന് എല്ലാത്തിനും ചോദിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൂട്ടിയിട്ട് വേണേൽ കുറയ്ക്കാം. അത് ഏത് രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 2-3 ചോദ്യം തരികയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ വീട്ടിൽ നിന്ന് ശരിക്കും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതാണ് എടുക്കുക. ജോലിയും ആളുകളും, മെൻ വുമൻ, അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അത് മുൻ വർഷങ്ങളിൽ ആ ചോദ്യം വന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ ഇപ്പം വേണ്ട, യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ഇന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട് രക്ഷിതാക്കൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് പരീക്ഷയ്ക്ക് ഉണ്ടാവും, ചോദ്യം ഉണ്ടാവും. യെസ് യെസ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ഹോംവർക്ക് ഇതാണ്. മക്കളൊന്ന് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 12 men this is over. 12 men will complete a work in 6 days. 12 ആളുകൾ 6 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. How many days? ഇപ്പൊ വേണ്ട ഉത്തരം പിന്നീട് മതി, യൂട്യൂബിൽ വരുമ്പോൾ ചെയ്താൽ മതി. How many days needed for 60 men? 6 men to complete the same work. നക്ഷത്ര ചോദ്യം വായിച്ചവള് ഗായത്രി പോയോ? 12 men will complete a work in 6 days. How many days needed for 6 men to complete the same work? 12 ആളുകൾ ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ
6 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുള്ള നിസ്സാരമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സോറി, yes, you can explain once. Yes, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഞാനത് ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. എ എന്ന ആള് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും. ബി എന്ന ആള് അതേ ജോലി ചെയ്യാൻ, ഏതൊക്കെ അത്ര ആരോഗ്യം ബിക്ക് ഇല്ലാത്തോണ്ടായിരിക്കാം, 15 days എടുക്കും. ഗായത്രി, ഞാനിപ്പോ എന്താ പറഞ്ഞത്? പോയോ? ഏന്നാണ് പോസ്റ്റായ കുട്ടി പറയൂ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ആര് എന്ന് പേരുള്ള ആള് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 10 days. ബി എന്ന ആള് സെയിം ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 15 days. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി അങ്ങ് ഒന്നിക്കുകയാണ്. എയും ബിയും കൂടിയും ഇത് ഒന്നിച്ചാൽ എത്ര ദിവസം കൊണ്ട് തീരും? ആ ചോദ്യം മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോളെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം കൂടി തന്നിട്ട് അവസാനിപ്പിക്കാം. മോക്ക് ജിനുവിന് അറിയാവോ? ജിനുവിന് അറിയില്ല. ജിനു ഒരു ജോലി ചെയ്യാൻ 6 days എടുക്കും. അനു ആ ജോലി ചെയ്യാൻ 3 days എടുക്കും. ഇനി ജിനുവും അനുവും കൂടി ഒന്നിച്ചു ചേർന്നാലോ? എന്റെ ചോദ്യം എന്തായിരിക്കും? പറവോളെ. How many days? ഈ 3 ചോദ്യവും മോളൊന്ന് വൃത്തിയിലൊന്ന് വായിച്ചു കൊടുക്കൂ. ശരി, ഇതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളുടെ ഉത്തരവും കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുക. കണക്ക് പോലെയുള്ള വിഷയങ്ങൾ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സംശയമുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്കറിയാം. നന്നായിട്ട് കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം. നേരത്തെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നത്. അതേ രീതിയിലുള്ള ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് വാട്സപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.